ഇനി കോതമംഗലത്തെ പ്രതിഷേധത്തിൻ്റെ കാര്യം. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കൊള്ളനാടൻ MLA-യുടെയും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെയും ജാമ്യാപേക്ഷ ഇന്ന് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയാണ്. കേസ് രാഷ്ട്രീയ പ്രേരിതം എന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. ശ്രീകാന്ത് അതിൻ്റെ അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN കോതമംഗലത്ത് ഈ കാട്ടാന ആക്രമണത്തിൽ ഒരു വയോധിക മരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം അരങ്ങേറിയിരുന്നു. നമ്മളെല്ലാം അത് കണ്ടതാണ്. അതിൽ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായി, ചില സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇന്ന് കോതമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. 11 മണിയോടുകൂടി കേസെടുക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് ആ കേസിൽ വിധിയാണ്. അതായത് മാത്യു കുഴൽനാടൻ MLA-യും അതോടൊപ്പം DCC പ്രസിഡന്റ്, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം 14 പേർക്കെതിരായ കേസിൽ, പോലീസ് ചുമത്തിയ കേസിൽ അവർ ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നു. അതിലാണ് ഇന്ന് വിധി വരാൻ പോകുന്നത്. ഈ പ്രതികളെ 14 പേരെയും 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം. ഇതാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. പോലീസ് പറയുന്നത് ഈ ആശുപത്രിക്കുള്ളിൽ കയറി നാശനഷ്ടം ഉണ്ടാക്കി, ആരോഗ്യ പ്രവർത്തകരെ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല, അതുമാത്രമല്ല ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി, പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു. ഇതിനാൽ കസ്റ്റഡിയിൽ വേണം പ്രതികളെ, ചോദ്യം ചെയ്യേണ്ടതുണ്ട്, തെളിവ് ശേഖരണം നടത്തേണ്ടതുണ്ട് എന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം പ്രതിഭാഗം പറയുന്ന കാര്യം, ഇതൊരു ജീവൻ നഷ്ടപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു പ്രതിഷേധം മാത്രമാണ്. അതിൽ കോൺഗ്രസ് നേതാക്കളല്ല നേതൃത്വം നൽകിയത്, നേരെ മറിച്ച് പൊതുജനങ്ങളും അവരുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ അതിലുണ്ടായിരുന്നു എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തു വാദിയും അംഗീകരിക്കാം, ജാമ്യം നൽകണം, ഇതാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. എന്തായാലും മുൻസിഫ് മജിസ്ട്രേറ്റ് MS ഗണേഷ് കുമാറാണ് കേസ് പരിഗണിക്കുന്നത്. 11 മണിയോടുകൂടി അറിയാം ജാമ്യം കിട്ടുമോ അതോ കസ്റ്റഡിയിലേക്ക് പോകുമോ എന്നുള്ളത്. താങ്ക് യു ശ്രീകാന്ത്.